നമസ്കാരം. ഇന്ന് നമ്മ ഈ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന ഏലയും കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിക്കാം. നമ്മ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വർക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് നമ്മ ഈ തുണിയുടെ അടിയിൽ ഇങ്ങനെ വെച്ച് അതുകൊണ്ട് പെൻസിൽ കൊണ്ട് ഒരു കളർ പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് തുണി. ഇതിന് വേണ്ടിയിട്ടുള്ള നൂലുകൾ ഞാൻ എടുത്തിരിക്കുന്നത് ക്രീമിൻ്റെ പോലത്തെ 2 കളറിലുള്ള നൂലാണ്. ഒരെണ്ണം നമ്മൾ ലൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഡാർക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നടുക്കെ തുന്നാനുള്ള യെല്ലോ കളറുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് തുന്നാനായിട്ട് 3 കളറിലുള്ള പച്ചയാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഡാർക്ക്, പിന്നെ ലൈറ്റ്, അതിൻ്റെ ലൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് തുന്നുമ്പോൾ ഒരേ കളറിനേലും കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നാം. ഡാർക്കും ലൈറ്റും അങ്ങനെ പലതരം മിക്സ് ചെയ്താൽ കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് തുന്നുമ്പോൾ നമുക്ക് ഈ നൂലിൽ 6 ഇഴകളാണ് ഉണ്ടാവുക. അപ്പോൾ സ്റ്റെമ്മ് തുന്നുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അതിൽ 3 ഇഴ എടുത്താൽ മതി. അപ്പോൾ 3 ഇഴ എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ വേർതിരിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഡാർക്ക് കളറാണ് എടുക്കുന്നത്. നമുക്ക് ഇടയിൽ ഇങ്ങനെ എടുക്കാം, കളർ മാറ്റി എടുക്കണം. അപ്പോൾ ഇത്തിരീശ നൂലുകൾ എടുത്താൽ മതി. ഓരോ സ്റ്റെമ്മ് തുന്നുമ്പോൾ പല കളറായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ നൂല് കോർത്ത് എടുത്തിട്ടുണ്ട്. 3 ഇഴയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഏറ്റവും അറ്റത്ത് നോട്ടിട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തുന്നാനുള്ളത് നമ്മൾ സ്റ്റെമ്മ് ഞാൻ പറഞ്ഞല്ലോ 3 തരം കളറിലാണ് ഞാൻ തുന്നിയിരിക്കുന്നത്. കണ്ടാൽ അറിയാൻ പറ്റും. നമുക്ക് ഈ ഫ്ലവർ നമ്മളുടെ ഫോണിൽ കൂടെ കാണുമ്പോൾ വൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ശരിക്കും ഞാൻ ലൈറ്റ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പൂക്കൾ ഈ ഡാർക്ക് ക്രീം യൂസ് ചെയ്യുന്ന ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കാണുമ്പോൾ ചിലപ്പോൾ വൈറ്റ് ആയിട്ടാവും തോന്നാം. വൈറ്റ് അല്ല, ഞാൻ ലൈറ്റ് ക്രീമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് സ്റ്റെമ്മ് തുന്നണത് നോക്കാം. ഞാനിവിടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. അടിയിൽ കൂടെ നമുക്ക് സൂചി കോർത്ത് എടുക്കാം. നമ്മൾ സൂചി അടിയിൽ കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെമ്മ് തുന്നുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക അടിയിലേക്ക്. അപ്പോൾ നമുക്ക് ഒരു അടയാളം വന്നു. ഇങ്ങനെ തൊട്ട് സൈഡിലായിട്ട് ഏകദേശം ഈ വരയുടെ നടുവായിട്ട് ഒന്ന് സൂചി കോർത്തെടുക്കുക. അങ്ങനെ കോർത്തെടുക്കുമ്പോൾ ഇതിനെ നടുക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് കുറച്ച് മുകളിലായിട്ട് വീണ്ടും കുത്തി ഇറക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു ഗ്യാപ്പായിട്ട് കാണാം, പക്ഷെ അത് പേടിക്കണ്ട. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ 2 ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ, അതായത് നമ്മൾ ആദ്യം കുത്തി ഇറക്കിയ അറ്റുണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെമ്മിൻ്റെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് കുറച്ച് മുകളിലായിട്ട് അങ്ങോട്ട് കുത്താം. താഴേക്ക് എടുത്തതിന് ശേഷം മുഴുവനായിട്ട് ഈ നൂല് അടിയിലേക്ക് പോകണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് വീണ്ടും സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം. നമുക്ക് സ്റ്റെമ്മ് റെഡിയാവും. അതുപോലെയാണ് നമുക്ക് സ്റ്റെമ്മ് ചെയ്യേണ്ടത്. ഗ്യാപ്പ് വിട്ടിട്ട് മുകളിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എൻഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെമ്മ് തുന്നണത്. നമ്മൾ സ്റ്റെമ്മ് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇത് കുഞ്ഞ് സ്റ്റെമ്മാണ്. ചിലത് വലുതുണ്ടാവും, ചിലത് ചെറുതായിരിക്കും. നമ്മൾ ഇങ്ങനെ കുത്തി ഇപ്പോൾ സ്റ്റെമ്മ് നമ്മൾ
ഏകദേശം എത്തി. നമ്മൾ ഫ്ലവറിൻ്റെ ആ ഫ്ലവർ വരച്ചതിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് എൻഡ് പോർഷൻ ആയാലോ. അപ്പോൾ ഈ എൻഡിൻ്റെ അവിടെ കുത്തി നമുക്ക് താഴേക്ക് ഇറക്കാം. അപ്പോൾ നമ്മളെ സ്റ്റെമ്മ് കംപ്ലീറ്റ് ആയി. നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ബാക്ക് സൈഡ് തിരിക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ എടുത്തിട്ട് നമ്മൾ സൂചി കോർത്ത് നമ്മൾ ഇങ്ങനെ കെട്ടിടുക. ഇതാണ് നമ്മൾ സ്റ്റെമ്മ് തുന്നണ ഐഡിയ. നമ്മൾ പല കളറ് മാറ്റി മാറ്റി സ്റ്റെമ്മ് തുന്നുന്നു മാത്രം. സിസ്റ്റം തന്നെയാണ്, അതിൻ്റെ മെത്തേഡൊക്കെ ഇത് തന്നെയാണ് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ഈ എല്ലാ സ്റ്റെമ്മും നമ്മൾ തുന്നിയിരിക്കുന്നത്. ഇനി നമുക്ക് നോട്ടിട്ടതിന് ശേഷം നമുക്ക് ഈ സൈഡിലെ ഈ ഒരു വരകളുണ്ടല്ലോ, സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ആ വരയും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ തുന്നാം. ആ ഒരു വര വരച്ചു കൊടുത്ത് നമ്മൾ ഈ അറ്റത്ത് സൂചി കുത്താം. എന്നിട്ട് മുകളിലേക്ക് എടുക്കുക. ഞാൻ ഇപ്പോൾ വെട്ടണില്ല, നൂല് വെട്ടാണ്ട് തന്നെ ഈ ഒരു ഭാഗം തുന്നാണ്. എന്നിട്ട് നമ്മൾ എവിടെ വരെയാണോ വരച്ചിരിക്കുന്നത് അതിൻ്റെ എൻഡിൽ സൂചി ഇറക്കാം. അപ്പോൾ കണ്ടോ, നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഡബിൾ ലൈനായിട്ട് കാണണം, കുറച്ചും കൂടി കട്ടിയായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് സൂചി കുത്തി കയറ്റാം. എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ ഇറക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ ഇത്തിരിയും കൂടി നല്ല ഡാർക്കായിട്ട് കാണും, കട്ടിയായിട്ട് തിക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ എല്ലാ ഭാഗവും എല്ലാ ലൈൻസും അങ്ങനെ ചെയ്ത് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ചെയ്യാം.